കാറ്റത്തിക്കിളിക്ക് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുധീഷ് നിധിയെടുത്ത് സ്നേഹത്തോടെ പെരുമാറുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബം. പക്ഷേ എന്തു ചെയ്യാനാ, ഇപ്പോഴത്തേക്കും എല്ലാം അറിഞ്ഞതിന് ശേഷം ഒരു അടുപ്പോ അതുപോലെ തന്നെ മിണ്ടുന്നത് പോലുമില്ല. അങ്ങനെ സുധീഷ് നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ അടുത്ത് മിണ്ടാത്തത് പോലും ചെയ്യുന്നില്ല, എനിക്കത് ഭയങ്കര വിഷമാവുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുഭാഷ് പറയുക, എന്താ ഞാൻ 2 ദിവസം കൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, സംസാരമില്ല, വീട് ഉറങ്ങിയതുപോലെയാണല്ലോ, അല്ലെങ്കിൽ നിൻ്റെ തമാശയാണല്ലോ നിധിയെടുത്ത് എന്നൊക്കെ പറയുക. ഇത് കേട്ടത് നിധി പറയുക, നമ്മൾ കൂടുതൽ ആരെയാണോ സ്നേഹിക്കുന്നത് അവരിൽ നിന്ന് തിരിച്ചടി നമുക്ക് കിട്ടിയിട്ടല്ലേ ഉള്ളൂ, അതുപോലെ ഒരു തിരിച്ചടി എനിക്ക് കിട്ടി. എന്താ മോളെ, എനിക്ക് മനസ്സിലാവില്ല എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നിധിയുടെ അടുത്ത് സുധീഷ് പറയുക, എന്തായാലും ഞാൻ ആരെയും വഞ്ചിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ സുഭാഷ് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നിധിയാണെങ്കിൽ അകത്തേറി പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം സുധീഷ് പറയുക, എന്തായാലും എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, അവൾക്ക് എൻ്റെ അടുത്ത് ഒരു ഇഷ്ടവും ഇല്ലയെന്നാണ് തോന്നുന്നത്. ചില സമയത്ത് തോന്നും ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ ആ സമയത്ത് സുഭാഷ് പറയുക, ഇഷ്ടമൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലേ ഇന്നും അവൾ ഈ വീട്ടിൽ നിൽക്കുന്നേ. നീ ഒരു കാരണം തന്നെയാണ്, തിരിച്ചു പോയിട്ട് വന്നില്ലേ, ഇനിയാണെങ്കിൽ നമുക്ക് നോക്കാം ഏതുവരെ പോവാമെന്ന്. ആ സമയത്ത് നികേഷ് പറയുക, എന്തായാലും ഇയാളുടെ കൂടെ ജീവിക്കണ ഇത്തിരി പാട് തന്നെയാണ്, സ്വഭാവം അങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിധി ഓഫീസിലാണെങ്കിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, എന്നെ ആരും കൂട്ടാനൊന്നും വരെയും വേണ്ട, എന്നെ കൊണ്ടാക്കുകയും വേണ്ട, ഇനി എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം. സുഭാഷ് എണ്ണേട്ടോ വന്നാൽ മതി, അല്ലെ നികേഷോ ഹരീഷോ, പക്ഷേ ഇനി ഇയാൾ എന്നെ കൊണ്ടുപോകാനോ എൻ്റെ അടുത്ത് പോലും വന്നു പോലും റോഡിൽ വെച്ച് കണ്ട എന്നൊക്കെ പറയുക. ഇത് കേട്ടിട്ട് ദേഷ്യത്തിൽ സുധീഷിൻ്റെ അടുത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട് നിധി എന്നിട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഓഫീസിലേക്കാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ കോള് വരുന്നുണ്ട് ഓഫീസിൽ നിന്ന്. എപ്പോഴാണ് എത്തുന്നത് നിധി എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല നിധിക്ക്. എത്താറായപ്പോഴത്തേക്കും ആ ഓഫീസിനകത്ത് കയറാൻ സമയമായപ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസായിട്ട് അവർ ബർത്ത്ഡേ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തായിരുന്നു. അതുപോലെ തന്നെയാണ് നിധിയുടെ ബാക്കിൽ നിന്ന് നടക്കുന്ന അയാൾ തന്നെയാണ് ഇതെല്ലാം ഏർപ്പാട് ചെയ്തതും. അതുകൊണ്ട് തന്നെയാണ് നിധിക്ക് ഒരു ചെറിയൊരു ദേഷ്യം ഉണ്ട്. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഓരോരുത്തരെ നമ്മൾ സൂക്ഷിക്കണമല്ലോ എന്നൊക്കെ നിധി തന്നെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഫ്രണ്ടിൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ആണെങ്കിൽ പറയുക, ഇതെല്ലാം ഏർപ്പാട് ചെയ്തത് അവൻ്റെ. എന്ത് ചെയ്യാനാ, നമുക്കാണെങ്കിൽ നിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണമല്ലോ, അതുകൊണ്ട് നമ്മളങ്ങ് സമ്മതിച്ചു എന്ന് നിധിയുടെ അടുത്ത് ഫ്രണ്ട് പറയുന്നുണ്ട്. അങ്ങനെ നിധി കേക്കൊക്കെ മുറിച്ച് നല്ല ആഘോഷമായിട്ട് ഓഫീസിൽ നല്ല പാട്ടൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു എന്ന് നിധിയാണെങ്കിൽ വന്ന് വീട്ടിൽ പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത് സുഭാഷിൻ്റെ അടുത്ത്. ഇത് കേട്ടതും സുധീഷിന് ദേഷ്യം കൂടി വന്നു. അവനുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് പറഞ്ഞ അവൻ തന്നെ ഇതെല്ലാം ഏർപ്പാട് ചെയ്തത്. അതിന് കുഴപ്പമെന്താ, ഞങ്ങൾ ഓഫീസിൽ ഒരുമിച്ചിൽ വർക്ക് ചെയ്യണവരാ, അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ആരും. അതുമെല്ലാം സംശയിച്ചാൽ നിങ്ങളാരാ ഇതൊക്കെ അറിയേണ്ടത് എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടിട്ട് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും എനിക്കറിയാൻ അവകാശമുണ്ട്, അറിയാലോ താലിയുടെ മഹത്വം എന്നൊക്കെ പറയുക. ആ സമയത്ത് ഒന്നും മിണ്ടാതെ തന്നെ നിധി അകത്തേക്ക് പോകുന്നുണ്ട്. സുഭാഷിൻ്റെ അടുത്ത് നിധി പറയുക, എന്തായാലും ഞാൻ പോവുക, എനിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടോണ്ട് നിൽക്കാനൊന്നും എനിക്ക് വയ്യ എന്നൊക്കെ പറയുക. ആ സമയത്ത് സുധീഷ് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇതിത്തിരി ഓവർ തന്നെയാണ് എൻ്റെ അടുത്ത് മിണ്ടാത്തത്. അപ്പോഴത്തേക്കും തിരിച്ച് നിധി പറയുന്നുണ്ട്, അത് വരുത്തി വെച്ചതല്ലേ, അതുമാത്രമല്ല ഇവിടെ ഉള്ളവർക്ക് ആർക്കും നിങ്ങൾ ഈ സ്വഭാവം അറിയില്ല, അവരറിഞ്ഞിട്ടുമില്ല. ഈ കാര്യം അവരറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അറിയില്ല എന്ന് നിധിയാണെങ്കിൽ സുധീഷിൻ്റെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് സുധീഷ് ചിന്തിക്കുക, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ആ ഒരു വഴക്ക് തീർന്നിട്ടിരിക്കുന്ന കാര്യം നിധിക്കറിയില്ലല്ലോ എന്ന് സുധീഷ് ചിന്തിക്കുന്നുണ്ട്. ഹരീഷ് ആ സമയത്ത് സുധീഷിനടുത്തൊന്ന് ചോദിക്കുമെന്ന്, എന്താ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യത്തിലാണല്ലോ ചേച്ചി അകത്തേക്ക് പോയതെന്ന് പറയുന്നുണ്ട്. അത് എൻ്റെ ആ കാര്യം തന്നെയാണ്, എല്ലാം അറിഞ്ഞു, കല്യാണത്തിൻ്റെ കാര്യം ആധാർ ഞാനാണ് വെച്ചിരുന്ന് എല്ലാം റെഡിയാക്കിയെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞല്ലോ, അതുകൊണ്ടുള്ള എൻ്റെ ദേഷ്യമാണ്, ഇനി ഇത്ര ദിവസം ഇരിക്കുമെന്നറിയില്ല എന്നൊക്കെ പറയുക. അപ്പോഴത്തേക്കും ഹരീഷ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളുമല്ലോ എന്ന്. ആ സമയത്താണ് നീതു ഫോൺ ചെയ്യുന്നത് ഹരീഷിൻ്റെ അടുത്ത്. നിനക്കാരാ ഫോൺ ചെയ്യുന്നത്?
അത് നീതുവാ. ആ, നിൻ്റെ ലൈൻ ഇപ്പം കറക്റ്റായല്ലോ. എൻ്റെ ഇപ്പോഴത്തേക്ക് വല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും കുഴപ്പമില്ല, നിൻ്റെ കാര്യം നടക്കും, നീ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് സുധീഷ്. അങ്ങനെ നീതുവാണെങ്കിൽ ഹരീഷിൻ്റെ അടുത്ത് സംസാരിക്കുക. എന്തായാലും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ട് മതി നമുക്ക് കല്യാണം കേട്ടോ. എന്നാലും വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിലും സുധീഷ് ചേട്ടനും അവിടുത്തെ സുഭാഷ് ചേട്ടനും എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഒന്നാമത് അവിടുത്തെ ചേച്ചി നിധി ചേച്ചിക്കും എന്നെ ഇഷ്ടമാണെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടുമാണ് അവരെനിക്കും. അതുകൊണ്ട് എനിക്ക് വരാനും ഇഷ്ടമുള്ള വീടാണെന്നൊക്കെ പറഞ്ഞ് ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹരീഷിനാണെങ്കിൽ സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് നിധി ചേച്ചി പോലെ തന്നെയാണ് അന്ന് നീതുവാണെന്നും പറയുകയും ചെയ്യുന്നുണ്ട് നീതുവിൻ്റെ അടുത്ത്. അത് അങ്ങനെയൊന്നും ഇപ്പം പറയണ്ട, അതൊക്കെ ഇനി മാറിയും വരും എന്നൊക്കെ പറയുമെന്ന് നീതു. ആ സമയത്ത് ഹരീഷ് പറയുക, എന്തായാലും നമ്മളെ വീടുമായിട്ട് ഇണങ്ങുന്ന കുട്ടിയാവണമെന്നാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം. അതുപോലത്തെ ഒരു പെണ്ണിനെ ഞങ്ങൾ സുഭാഷേനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം സുഭാഷേൻ്റെ കല്യാണം നടക്കണം എന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ട്. ഞാൻ നോക്കാം ഏതെങ്കിലും പെൺപിള്ളേരുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഹരീഷ് പറയുക, ശരി ഞങ്ങൾ നോക്കിയ ഒരാളൊന്നും റെഡിയൊന്നും ആയില്ല, ആർക്കും താല്പര്യമില്ല. ഈ 4 ആണുങ്ങളുടെ വീട്ടിൽ വരാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടല്ലേ ഇതുവരെ ഒന്നും നടക്കാത്തത്. എല്ലാവർക്കും അങ്ങോട്ട് പോയി താമസിക്കണം. പക്ഷേ എന്ത് ചെയ്യാനാ, ചേട്ടനാണെങ്കിൽ പോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്. ഇനി നീ നോക്കിയെങ്കിലും ഒന്ന് നടക്കണം നോക്കട്ടെ എന്നൊക്കെ പറയുക. ആ സമയത്ത് നീതു പറയുക, ഞാൻ ശരിയെന്നാൽ വീട്ടിൽ അമ്മ വിളിക്കുന്നു, വെക്കുമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, തൻ്റെ വീട്ടിലുള്ളവർ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് നിങ്ങളും ഇവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് എത്ര എന്തൊക്കെയായിരുന്നാലും പോകാൻ എനിക്ക് മനസ്സ് വരാത്തത്. പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. പക്ഷേ എനിക്കിപ്പോൾ ഒരു ചെറിയൊരു കാര്യത്തിലൊരു വിഷമമുണ്ട്. അത് സുധീഷിൻ്റെ കാര്യത്തിൽ. അത് ഞാനിപ്പം പറയുന്നില്ല എന്ന് സുഭാഷിൻ്റെ അടുത്ത് പറയുക. ആ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ഇപ്പോഴൊരു വിഷമം. അതെന്തായാലും തുറന്നു പറയാമെന്ന് സുഭാഷ് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ നിധിയാണെങ്കിൽ പറയുക, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സംസാരം മാറ്റുന്നുണ്ട്. അങ്ങനെ അവർ അടുക്കളയിൽ സുഭാഷ് എന്നെ സഹായിക്കാൻ വേണ്ടി നിധിയുടെ കയറിയിരിക്കുക. ആ സമയത്ത് ഭാസ്കരന് വന്നിട്ടുണ്ട്. ഭാസ്കര പറയുക, എനിക്ക് ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയെന്ന് എൻ്റെ മരുമോളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാനല്ലല്ലോ, ചേട്ടനല്ലേ ഉണ്ടാക്കുന്നത്. സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ അച്ഛനെ വിളിച്ച് ഞങ്ങൾ കഴിക്കുമ്പം തരുമെന്നൊക്കെ പറയുക. അത് കേട്ടതും സന്തോഷം കൊണ്ട് ഭാസ്കരനാണെങ്കിൽ പറയുക, ആണോ, എങ്കിലാണെങ്കിൽ എൻ്റെ മരുമോൾ എനിക്ക് വിളമ്പി തന്നാൽ മതി, അതാ എനിക്കിഷ്ടമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് സുധീഷ് അവിടെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അത് എടുത്ത് കഴിച്ചുകൂടെ, എന്താ അവളെ എന്നെ എടുത്തു തരണമെന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിനക്കെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭാസ്കരൻ. ആ സമയത്ത് നിധി പറയുക, എൻ്റെ അച്ഛനെ പോലെ തന്നെ എനിക്ക് അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ അച്ഛനെ എല്ലാവരും കഴിക്കുമ്പോഴത്തേക്ക് ഒരുമിച്ച് വന്നിരുന്ന് കഴിക്കാൻ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഭാസ്കരൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്.